ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് കോറിലേഷൻ അനാലിസിസ്. ഇതിൽ കോറിലേഷൻ എന്താണെന്ന് പറയുക. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യത്തിനാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യവും നമ്മൾ പഠിക്കും. അതായത് ഒരു വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളും എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോറിലേഷനിൽ ഒരു വേരിയബിളിൽ വരുന്ന മാറ്റങ്ങളുടെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി രണ്ടാമത്തേത് കോറിലേഷനും കൗസ്റ്റേഷനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. കൗസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അതേ മാറ്റം തന്നെ മറ്റൊരു വേരിയബിളിലും കാണും. ഓക്കെ, കോറിലേഷനിൽ അതല്ല. ഒരു വേരിയബിളിൽ മാറ്റം വന്നാൽ മറ്റൊരു വേരിയബിളിൽ മാറ്റം വരും. അത് ചിലപ്പോൾ സെയിം ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ കൗസേഷനിൽ അങ്ങനെയല്ല. ഒരു വേരിയബിളിന് എന്ത് മാറ്റമാണോ വരുന്നത്, ചേഞ്ച് ആണോ വരുന്നത്, അതേ ചേഞ്ച് തന്നെ മറ്റൊരു വേരിയബിളിനും വരും. ഇനി സ്പൂരിയസ് കോറിലേഷൻ ഉണ്ട്. ഒരു മൂന്നാമത്തെ വേരിയബിൾ ഉണ്ടാക്കുന്ന കോറിലേഷനെയാണ് നമ്മൾ സ്പൂരിയസ് കോറിലേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ സ്പൂരിയസ് കോറിലേഷനിൽ ആ തേർഡ് വേരിയബിൾ ഉണ്ടാക്കുന്ന കോറിലേഷൻ ബാക്കി രണ്ട് വേരിയബിളായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഐസ്ക്രീമിൻ്റെ സെയിൽസ് കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു. എന്തുകൊണ്ടാണ്? സമ്മർ കാരണം. അതൊരു തേർഡ് ഫാക്ടറാണ്. അതായത് ചൂട് സമയത്ത് ഐസ്ക്രീമിൻ്റെ ഇത് കൂടും, ചിലവ് കൂടും. ഷൂ സൈസ് ആൻഡ് റീഡിങ് എബിലിറ്റി, ഓക്കെ, അത് ഏജ് കൊണ്ടായിരിക്കും. നമ്മൾ വളർന്ന് വലുതായി വരുന്നതോറും നമുക്ക് ഒരേ സൈസുള്ള ചെരുപ്പിടാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ വായനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏജ് വരുന്നത് കൊണ്ടാണ്. ഡോക്ടേഴ്സ് ആൻഡ് ഡെത്ത്, ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനും ഡെൻസിറ്റിയാണ്. ഇനി ടൈപ്സ് ഓഫ് കോറിലേഷനാണ്. എത്ര തരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിളും ഒരേ ദിശയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഒന്ന് കൂടിയാൽ മറ്റേതും കൂടും. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് ഒരാൾ നോർത്തിലോട്ടാണ് പോകണമെങ്കിൽ ഒരാൾ സൗത്തിലോട്ട് പോകും. അതാണ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ അത് ഒന്നിൻ്റെ എമൗണ്ട് കൂടിയാൽ അല്ലെങ്കിൽ ഫിഗർ കൂടിയാൽ മറ്റൊന്നിൻ്റെ കുറയും, മറ്റൊന്നിൻ്റെ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിൻ്റെ കൂടും. അങ്ങനെയാണ്. ഇനി ലീനിയർ കോറിലേഷൻ എന്താണ്?